അസ്സലാമു അലൈക്കും. നമുക്കിന്ന് രസം ഉണ്ടാക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് രസം. സദ്യയിൽക്കൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. വെറും ചോറിലേക്ക് നല്ല ടേസ്റ്റാണ്. നമുക്ക് രസം ഉണ്ടാക്കാം. ഇനി അതിനായിട്ട് ഇത്ര സാധനങ്ങളാണ് വേണ്ടിയത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി വേണം. വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ രസം ഉണ്ടാക്കുന്നത്. പിന്നെ മല്ലിയില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മല്ലി പൊടിച്ചിട്ട് ചേർത്താലും മതി. ഇനി നമുക്കിതിൽ കുറച്ചൊന്ന് ചതച്ചെടുക്കാനുള്ളതുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകമാണിത്. ചെറിയ ജീരകവും അതുപോലെ 1 ടീസ്പൂൺ കുരുമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുത്തിയിട്ട് കല്ലിലിട്ട് കുത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനതൊന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുന്നുണ്ട്. ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഞാൻ മുറിച്ചിട്ടുണ്ട്. തക്കാളിയും 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി കുറച്ചെണ്ണം, ചെറിയ ഉള്ളി 5-6 ഉണ്ട്. പിന്നെ അത് പെരിങ്കായമാണ്. പെരിങ്കായം അതും കൂടി ചേർക്കണം. നമുക്കിതിലേക്ക് ഈ ഒരു പൊടിച്ചതിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ല, ഇത് മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയും ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലടിച്ചിക്കാം. നമുക്ക് ഇനി രസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു 2.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടട്ടെ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് 3 എണ്ണം മുറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട. അത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഈ കൂട്ട് അരച്ച് വെച്ച് ഈ കൂട്ടും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഇനി കുറച്ച് പുളിവെള്ളം വേണം. നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഞാൻ. നന്നായിട്ടൊന്ന് 1 കപ്പ് ചൂടുവെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് നിരടിയതാണ്. കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് ഞാൻ. ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പുളിവെള്ളത്തിൻ്റെ പുറമേ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല നാടൻ ടേസ്റ്റുള്ള ഒരു രസമാണ്. പണ്ട് മുതൽക്കേ എൻ്റെ ഉമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്ന രസമാണിത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിടുമ്പോൾ നമ്മൾ പുളിവെള്ളം വെച്ചിട്ടുണ്ടല്ലോ, ആ പുളി അനുസരിച്ച്, പുളി നല്ല സ്ട്രോങ് ഉള്ള പുളിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിടാം. നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പിടാം. ഞാനിപ്പോൾ 1/2 സ്പൂണാണ് ഉപ്പിട്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തീയൊക്കെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് ആക്കാം. അതിലേക്ക് ഇനി മല്ലിച്ചപ്പാണ് ഇടുന്നത്. മല്ലിയില നല്ല ടേസ്റ്റാണ്. മല്ലിയില ഇതിന് നല്ലൊരു ഫ്ലേവർ നൽകും. മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വിളമ്പാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ രസം ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്യുക. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. പാകത്തെ എരിവേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.